എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് നാസാസ് ആസ്ട്രോനോട്ട്സ് സ്ട്രാൻഡഡ് ഇൻ സ്പേസ് ഫോർ 9 months റിട്ടേൺ ടു എർത്ത് ബൈ സ്പേസ് എക്സ് ഷിപ്പ്. ഓക്കെ, ഇത് GS3 സയൻസ് ആൻഡ് ടെക് സ്പേസ് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഗഗൻയാൻ മിഷനെ കുറിച്ചും നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പേസ് എക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്കറ്റ്സും അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി നാസ യൂസ് ചെയ്യുന്ന സ്പേസ് ഓർബിറ്ററും എല്ലാം നമ്മൾ നോക്കും. ഓക്കെ, ഡീലിമിറ്റേഷൻ, റെഡ് ഫ്ലാഗ്, ദ ലെസൺസ് ഫ്രം ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ആസാം. നമ്മൾ നേരത്തെയും ഡീലിമിറ്റേഷനെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് പിന്നെ നമ്മളൊന്ന് എടുക്കുവാണ്. അപ്പം അത് GS2 പൊളിറ്റി എലക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ന്യൂസ് വന്നേക്കുന്നത്. നെക്സ്റ്റ്, ടെലികോം ട്രൈബ്യൂണൽ റിഫോംസ് ടു ഹാൻഡിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽസ്. ഇത് GS2 പൊളിറ്റി ഡേറ്റ പ്രൊട്ടക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. അപ്പം നമുക്ക് പിന്നെ മോഡൽ MCQസും ഉണ്ട് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ന്യൂസ് ഈസ് നാസാസ് ആസ്ട്രോനോട്ട് സ്ട്രാൻഡഡ് ഇൻ സ്പേസ് ഫോർ 9 months റിട്ടേൺ ടു എർത്ത് ബൈ സ്പേസ് എക്സ് ഷിപ്പ്. കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത്, ദ റിട്ടേൺ ഓഫ് നാസ ആസ്ട്രോനോട്ട്സ് ബോച്ച് വിൽമോർ ആൻഡ് സുനിത വില്യംസ് ആഫ്റ്റർ ആൻ അൺഎക്സ്പെക്റ്റഡ് 9-month stay in space highlights the challenges of human space flight. Originally planned as a short mission to test Boeing's Starliner, technical failures extended their stay to 286 days aboard the International Space Station. This event underscores the risks of space exploration and the need for robust planning, technological advancements and astronaut safety protocols. ഇന്ത്യയുടെ അപ്കമിങ് ആയിട്ടുള്ള ഗഗൻയാൻ മിഷനും ഈ ഒരു നല്ലൊരു ലെസണാണ്. ഓക്കെ, ചാലഞ്ചസ് ഫോർ ലോങ് ടേം സ്പേസ് മിഷൻസ്. ഒന്ന്, ടെക്നിക്കൽ ഫെയിലിയേഴ്സ് ആണ്. സ്റ്റാർലൈനർ സ്പേസ് ക്രാഫ്റ്റ്, ഇത് ബോയിങ്ങിൻ്റെ ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ്. ക്യാരിഡ് നാസ ആസ്ട്രോനോട്ട്സ് സുനിത വില്യംസ് ആൻഡ് ബോച്ച് വിൽമോർ ടു ദ ISS ഇൻ June 2024. Its return was initially scheduled for June 26, 2024, but was postponed due to mechanical issues in key systems and required for a safe flight. ഓക്കെ, അതായത് ടെക്നിക്കൽ എറേഴ്സ് ഉള്ള കാരണം അവർക്ക് തിരിച്ചെത്താനായിട്ട് പറ്റിയില്ല. ദിസ് ഹൈലൈറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് റിഗറസ് സ്പേസ് ക്രാഫ്റ്റ് ടെസ്റ്റിംഗ് ബിഫോർ ക്രൂഡ് മിഷൻസ്. ഓക്കെ, പിന്നെ ഹ്യൂമൻ എൻഡ്യൂറൻസ് ഇൻ സ്പേസ്. പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു മൈക്രോഗ്രാവിറ്റി ലീഡ്സ് ടു മസിൽ atrophy, bone loss and psychological challenges. Space anemia, a condition caused by fluid shifts and reduced red blood cell production in microgravity, is a significant concern. Like anemia for Earth, space anemia occurs due to body's adoption of a weightless environment, leading to a drop in red blood cell production by 10 to 15%. Resource management, sustaining food, oxygen and water for extended missions is critical. Innovations in life support systems are necessary to reduce reliance on Earth-based resupply missions. പിന്നെ സ്പേസ് ഡിബ്രീസ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്, അതായത് സ്പേസ് ജങ്ക് അറിയാം. നമുക്കറിയാം, ഇപ്പം നമ്മൾ സാറ്റലൈറ്റ്സ് സ്പേസിലോട്ട് വിട്ട് കഴിയുമ്പോഴേക്കും അതിന് എന്തെങ്കിലും ബ്രേക്കേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ആ ഡെബ്രിസ് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ സ്പീഡ് ഭയങ്കര കൂടുതലാണ്. അതായത് ഒരു ബുള്ളറ്റിൻ്റെ സ്പീഡിലാണ് സ്പേസ് ഡിബ്രിസ് എർത്തിൻ്റെ അറൗണ്ട് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് വരുന്ന സാറ്റലൈറ്റ്സ് ആകട്ടെ, സ്പേസ് ക്രാഫ്റ്റ് ആകട്ടെ, അതിൽ വന്നിത് കൊളൈഡ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ബോത്ത് സ്പേസ് ക്രാഫ്റ്റ് ആൻഡ് ആസ്ട്രോനോട്ട്സ് അഡ്വാൻസ് ഷീൽഡിംഗ് ടെക്നോളജീസ് ആർ റിക്വയർഡ് ഫോർ ആസ്ട്രോനോട്ട് സേഫ്റ്റി. ഓക്കെ, പിന്നെ സ്റ്റാർലൈനറും സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗണും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഫാൽക്കൺ 9 സ്പേസ് എക്സ് റോക്കറ്റ്സും എല്ലാം ഉള്ളൊരു കമ്പാരിസണാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റാർലൈനർ സ്പേസ് ക്രാഫ്റ്റ് ബോയിങ് ഡെവലപ്പ് ചെയ്തതാണ്. ഡെവലപ്ഡ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് നാസാസ് കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം, എ റിയൂസിബിൾ സ്പേസ് ക്യാപ്സ്യൂൾ ഡിസൈൻ ഫോർ ലോ എർത്ത് ഓർബിറ്റ് മിഷൻസ്, altitude up to 2000 km, can accommodate up to 7 passengers or a mix of crew and cargo, reusable up to 10 times with a 6-month turnaround. സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ഇത് നോക്കുമ്പോഴേക്കും വൺ ഓഫ് ദ 2 വേരിയൻസ് ഓഫ് ഡ്രാഗൺ 2, അതർ ബീങ് കാർഗോ ഡ്രാഗൺ, ഡെവലപ്ഡ് ടു ഫെറി astronauts to the ISS, first launched in 2020, consists of reusable capsule and an expandable trunk module, launched atop Falcon 9. Falcon 9 എന്ന് പറയുന്നത് 2 stage, അതൊരു റിയൂസിബിൾ റോക്കറ്റാണ്. നിങ്ങളെല്ലാം ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും അതിൻ്റെ. ഓക്കെ, ഫാൽക്കൺ 9 റോക്കറ്റ് ഡിസൈൻ ആൻഡ് മാനുഫാക്ചർഡ് ബൈ
SpaceX for LEO and abroad. ഓക്കെ, ലോവർ എർത്ത് ഓർബിറ്റിൽ അതിന് മുകളിലും പോകാനായിട്ടാണ് ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിക്കുന്നത്. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് റിയൂസിബിൾ ആൻഡ് ക്യാൻ ലാൻഡ് വേർട്ടിക്കലി ആഫ്റ്റർ സെപ്പറേറ്റിംഗ് ഫ്രം ദ സെക്കൻഡ് സ്റ്റേജ്. യൂസസ് മെർലിൻ എൻജിൻസ് പവർഡ് ബൈ ലിക്വിഡ് ഓക്സിജൻ ആൻഡ് റോക്കറ്റ് ഗ്രേഡ് കെറോസിൻ. ഓക്കെ, പിന്നെ ഗഗൻയാനാണ്. ഗഗൻയാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് ക്രൂ സ്പേസ് ഫ്ലൈറ്റ് ആണ്. ഒബ്ജക്റ്റീവ് ടു സെൻഡ് എ 3-member ക്രൂ ടു സ്പേസ് ഫോർ 5 to 7 days. ഇനിഷ്യൽ പ്ലാൻ ഒറിജിനലി ഷെഡ്യൂൾഡ് ഫോർ 2022 ബട്ട് ഡിലേഡ് ഡ്യൂ ടു COVID-19. മിഷൻ പ്ലാൻസ് എന്ന് പറയുന്നത് 3 ഫ്ലൈറ്റ്സ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അതിൽ 2 അൺമാൻഡ് ടെസ്റ്റ് ഫ്ലൈറ്റ്സ് ആണ്. മൂന്നാമത്തേത് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ആണ്. ഓർബിറ്റൽ മോഡ്യൂൾ സർക്കിൾസ് എർത്ത് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 300 to 400 kilometers for 5 to 7 days. Carries the 3 astronauts including a woman astronaut. Key components: crew module, spacecraft carrying astronauts, പിന്നെ service module powered by 2 liquid propellant engines. Safety systems ൻ്റെ കേസിൽ emergency escape and mission abort capabilities. Launch vehicle GSLV Mark 3 ആണ്. LMV-3 will be used for the launch. India's most powerful rocket. പിന്നെ ആസ്ട്രോണോട്ട് ട്രെയിനിങ് റഷ്യയിലാണ്. ട്രെയിനിങ് പാർട്ണർ റഷ്യൻ സ്പേസ് ഏജൻസി ഗ്ലൗകോമോസ് ആണ്. ഓക്കെ, ട്രെയിനിങ് ഡീറ്റെയിൽസ് സൂസ് സ്പേസ് സിസ്റ്റംസ്, അതുപോലെ തന്നെ വെയ്റ്റ്ലെസ് ട്രെയിനിങ് ഇൻ 1L73 MDK എയർക്രാഫ്റ്റിലൊക്കെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ഗഗൻയാൻ ഫോർ ഇന്ത്യ, അതായത് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ്. എൻഹാൻസസ് ഇന്ത്യാസ് സ്പേസ് എക്സ്പ്ലോറേഷൻ ആൻഡ് ആസ്ട്രോനോട്ട് ട്രെയിനിങ് കേപ്പബിലിറ്റീസ്. പിന്നെ എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രി ഗ്രോത്ത് ഇൻവോൾവ്സ് മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ്, laboratories and institutions, fostering innovation. Encourages private sector participation through in-space reforms. പിന്നെ അപ്പം ഒരു ഹോംവർക്ക് പോലെ ഇൻസ്പേസ് എന്താണ് എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്നുകൂടി നോക്കിയേക്കാം. ഓക്കെ, പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ചോദിക്കാൻ പറ്റും. ഓക്കെ, സ്ട്രെങ്തൻസ് ടൈസ് വിത്ത് സ്പേസ് ഫെയറിംഗ് നേഷൻസ്, പേവിംഗ് ദ വേ ഫോർ ഫ്യൂച്ചർ ജോയിൻറ്റ് മിഷൻസ്. പിന്നെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്, ഹെൽപ്സ് ഇന്ത്യ ജോയിൻ ദ എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് നേഷൻസ് വിത്ത് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് കേപ്പബിലിറ്റീസ്. ഇന്ത്യസ് അതർ അപ്കമിങ് സ്പേസ് മിഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചന്ദ്രയാൻ 3 ഉണ്ട്. ഇന്ത്യസ് നെക്സ്റ്റ് ലൂണാർ മിഷനാണ്. ശുക്രയാൻ പ്ലാൻഡ് മിഷൻ ടു സ്റ്റഡി വീനസ്. കൺക്ലൂഷൻ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നാസാസ് ആസ്ട്രോനോട്ട് ഓവർഡീൽ ഹൈലൈറ്റ്സ് ദി അൺസർട്ടനിറ്റീസ് ഓഫ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്. ലെസൺസ് ഫ്രം ദിസ് മിഷൻ ക്യാൻ ഹെൽപ്പ് ഇംപ്രൂവ് സ്പേസ് ക്രാഫ്റ്റ് റിലയബിലിറ്റി, ആസ്ട്രോനോട്ട് സേഫ്റ്റി ആൻഡ് മിഷൻ പ്ലാനിംഗ്. വിത്ത് ഗഗൻയാൻ, India is ready to achieve a major milestone in space exploration, paving the way for future deep space missions and global collaborations. Okay. Next news എന്ന് പറയുന്നത് delimitation red flag, the lessons from Jammu and Kashmir and Assam. Context എന്ന് പറയുന്നത് delimitation is a crucial aspect of India's democratic framework, assuring fair and equitable representation in parliament and state assemblies. As the debate over a fresh delimitation of legislative constituencies intensifies, concerns about regional disparities, federalism and political balance arise. അപ്പോൾ ഇതിൽ ഡീലിമിറ്റേഷൻ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, ആസാം, അതൊക്കെ എങ്ങനെയാണ് ഒരു ക്രിട്ടിക്കൽ ലെസൺസ് പ്ലേ ചെയ്യുന്നത് പുതിയ ഡീലിമിറ്റേഷൻ നടക്കുമ്പോൾ. വാട്ട് ഈസ് ഡീലിമിറ്റേഷൻ? Okay, delimitation refers to the process of fixing the number and the boundaries of territorial constituencies for the Lok Sabha and state legislative assemblies. It also involves determining the seats to be reserved for scheduled castes and scheduled tribes in these houses. The Delimitation Commission, established under an act of the Parliament, is responsible for this process. Delimitation commissions have been set up 4 times. 1952, 1963, 1973 and 2002 under the respective acts. The first delimitation exercise was conducted by the President with assistance from the Election Commission in 1950 to 1951. Okay, but history of delimitation in India. The last major delimitation exercise that altered the state-wise composition of the Lok Sabha was completed in 1976 based on 1971 census പ്രകാരമാണ്. The 42nd Amendment Act 1976 froze the allocation of seats to states and the division of territorial constituencies at 1971 levels until 2000 to prevent states from higher population growth from gaining unfair advantage. പിന്നെ 84th Amendment Act 2001 allowed the readjustment and rationalization of constituencies based on 1991 census. 86th Amendment Act 2003 mandated that delimitation to be based on the 2001 census without changing the total number of seats allocated to each state.
ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 82 സ്റ്റേറ്റ് എനാക്ട്സ് എ ഡീലിമിറ്റേഷൻ ആക്ട് ആഫ്റ്റർ എവറി സെൻസസ്. ഓക്കെ, ഇത് നമുക്കറിയാം ഒരു പൊളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിളാണ്, എഡിറ്റോറിയലാണ്. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾസ് പറയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 82 പ്രകാരം ദ പാർലമെൻറ്റ് എനാക്ട്സ് എ ഡീലിമിറ്റേഷൻ ആക്ട് ആഫ്റ്റർ എവറി സെൻസസ്. ആർട്ടിക്കിൾ 170 കേസിലാണ് സ്റ്റേറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആസ് പെർ ദ ഡീലിമിറ്റേഷൻ ആക്ട് ആഫ്റ്റർ എവറി സെൻസസ്. Article 330 and 332 provides a reservation of seats for SCs and STs in Lok Sabha and state assemblies respectively. Okay. ഡീലിമിറ്റേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഒന്ന്, റെപ്രസെൻറ്റേഷൻ എൻഷുവേഴ്സ് ഫെയർ റെപ്രസെൻറ്റേഷൻ ഇൻ ലോക് സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ്, മെയിൻറ്റെയിനിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് വൺ സിറ്റിസൺ വൺ വോട്ട് വൺ വാല്യൂ. ഇക്വിറ്റി അഡ്ജസ്റ്റ് ടെറിട്ടോറിയൽ constituency boundaries to prevent over representation or under representation of different regions. പിന്നെ reserved seats for SC and ST ensures adequate political representation for marginalized communities. Federalism affects the balance of political power among states, necessitating a careful approach to preserve federal principles. Population control incentives നമ്മൾ നോക്കുകയാണെങ്കിൽ the previous seat freeze policy encouraged states to control population growth without losing representation. ഓക്കെ, പിന്നെ കൺസേൺസ് റിലേറ്റഡ് ടു ഡീലിമിറ്റേഷൻ എന്താണ്? ഒന്ന്, റീജിയണൽ ഡിസ്പാരിറ്റി ആണ്. ഓക്കെ, അതായത് ഡീലിമിറ്റേഷൻ ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ സദേൺ സ്റ്റേറ്റ്സിന് അത് ഡിസ്പാരിറ്റി കൊണ്ടുവരും വിച്ച് ഹാവ് സക്സസ്ഫുള്ളി കൺട്രോൾ പോപ്പുലേഷൻ ഗ്രോത്ത്. സദേൺ സ്റ്റേറ്റ്സിൽ ഏകദേശം 18% ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ, പക്ഷേ 35% GDP നമ്മൾ സദേൺ സ്റ്റേറ്റ്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. യെറ്റ് മേ ലൂസ് റെപ്രസെൻറ്റേഷൻ ഡ്യൂ ടു ദ ലോവർ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. നോർത്തേൺ സ്റ്റേറ്റ്സ് വിത്ത് ഹയർ ഫെർട്ടിലിറ്റി റേറ്റ്സ് സ്റ്റാൻഡ് ടു ഗെയിൻ സീറ്റ്സ്, ഷിഫ്റ്റിംഗ് പൊളിറ്റിക്കൽ പവർ അവേ ഫ്രം ദ സൗത്ത്. Inadequate funding. The 15th Finance Commission's shift to the 2011 census for resource allocation raised concerns about reduced funding for southern states. Historically, the 1971 census was used for tax devolution recommendations. ഓക്കെ, ഇതിൽ എങ്ങനെയാണ് ഡീലിമിറ്റേഷൻ എങ്ങനെയാണ് റിസർവേഷനെ എഫക്റ്റ് ചെയ്യുന്നത്? റീ അലൊക്കേഷൻ ഓഫ് സീറ്റ്സ് വിൽ ഓൾസോ അഫക്ട് ദ ഡിവിഷൻ ഓഫ് റിസർവ്ഡ് കമ്മ്യൂണിറ്റീസ്. A population-based approach may reduce ST representation in states with lower population growth. Communal polarization. Lessons from Jammu and Kashmir and Assam indicates the risk of delimitation being misused for demographic manipulation. In Jammu and Kashmir, the weightage given to Jammu's votes over the Kashmir Valley led to political polarization. In Assam, the merger of Hindu-majority districts and fragmentation of Muslim-majority areas raised concerns about communal motivations. അപ്പോൾ ഇതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത് ആസാമിൻ്റെ കേസും ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കേസുമാണ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കേസിൽ അഡീഷൻ ഓഫ് 6 seats to Jammu and 1 to Kashmir led to concerns of biases. Demarcation was done using communal criteria, increasing divisions. Inclusion of Rajouri and Poonch in the Anantnag constituency ignored administrative and geographical logic. Hindu majority constituencies were expanded while Muslim majority areas were fragmented. ആസാമിൻ്റെ കേസിലാണെങ്കിൽ ആസാം saw the freezing of assembly seats disproportionately impacting certain regions. The merger of Hindu majority districts led to increase in Hindu representation. Fragmentation of Muslim dominated regions raised questions about fairness. വേ ഫോർവേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ സീറ്റ് ഫ്രീസിംഗ് പോളിസി റീവിസിറ്റ് ചെയ്യുക, അതായത് എ ഫേസ്ഡ് അപ്രോച്ച് എൻഷുറിംഗ് ദാറ്റ് സീറ്റ്സ് വിത്ത് സക്സസ്ഫുൾ പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് ആർ നോട്ട് penalized using factors like economic contribution, literacy rate and governance performance എല്ലാം കൂടി ഈ ഡേറ്റയും കൂടി ബേസ്ഡ് ആയിരിക്കണം ഡീലിമിറ്റേഷൻ നടത്തേണ്ടത് റാദർ ദാൻ പോപ്പുലേഷൻ ഇറ്റ് സെൽഫ്. പിന്നെ എൻഷുറിംഗ് ട്രാൻസ്പെറൻസി ആൻഡ് ഫെയർനെസ്, എ പൊളിറ്റിക്കലി ന്യൂട്രൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിത്ത് ട്രാൻസ്പെറൻറ്റ് ഡിസിഷൻ മേക്കിംഗ്, avoiding communal and political motivations in constituency demarcation, proportional representation in Rajya Sabha, പിന്നെ അതായത് to balance Lok Sabha's population-based seat allocation. Rajya Sabha representation should be adjusted to reflect economic contribution and governance efficiency. ഓക്കെ, അപ്പം പിന്നെ സേഫ് ഗാർഡിങ് മൈനോറിറ്റി ആൻഡ് റീജിയണൽ ഇൻട്രസ്റ്റുകളുണ്ട്. അതായത് അവോയ്ഡിങ് എക്സസീവ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് എനി കമ്മ്യൂണിറ്റീസ് ഇലക്ടോറൽ ഇൻഫ്ലുവൻസ്. നമ്മളിപ്പോൾ പറഞ്ഞു ആസാമിൻ്റെയും ജമ്മു ആൻഡ് കാശ്മീരിൻ്റെയും കേസ്.
ensuring fair representation for SCs and STs without population-based disadvantages. പിന്നെ using technology for fair delimitation. Okay, GIS and AI-based mapping to create constituency boundaries based on geographical and demographic logic, public participation in the delimitation process to enhance legitimacy and acceptance. ഇതിനൊരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ delimitation is a necessary and integral part of India's democratic process. However, it must be implemented with a balanced approach that upholds the principles of representation, federalism, and equity. The experiences of Jammu and Kashmir and Assam serve as warnings against politically motivated delimitation exercises. In 2026, delimitation must ensure that states that successfully manage population growth are not unfairly disadvantaged, while preserving the integrity and unity of the nation's diverse regions. By adopting a transparent, inclusive, and technologically sound approach, India can ensure that delimitation strengthens democracy rather than weakening it. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ടെലികോം ട്രൈബ്യൂണലിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റീസെൻ്റ്ലി റിലീസ് ദ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റൂൾസ് 2025. Under the Digital Personal Data Protection Act 2023, a major highlight of these rules is that appeals against the decision of the Data Protection Board DPB will be handled by the Telecom Disputes Settlement and Appellate Tribunal. This shift has raised concerns about the tribunal's capacity, expertise, and digital infrastructure to effectively handle data protection related appeals. അപ്പോൾ ഇതിലെ കൺസേൺസ് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, നീഡ് ഫോർ സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടീസാണ്. അതായത് ടി ഡി സാറ്റ് കറൻ്റ്ലി ലാക്സ് എ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് സ്പെഷ്യലൈസിങ് ഇൻ ഡേറ്റ പ്രൊട്ടക്ഷൻ. ഡേറ്റ പ്രൊട്ടക്ഷൻ കേസസ് ഇൻവോൾവ് കോംപ്ലെക്സ് ഇഷ്യൂസ് ലൈക്ക് പ്രൈവസി ബ്രീച്ചസ്, unauthorized data usage, and data security requiring domain expertise. Other tribunals like Telecom Regulatory Authority of India (TRA) have technical members for telecom related disputes. The appointment of technical expert in data protection is essential for effective adjudication. Okay, പിന്നെ burden of cases with TDSAT. TDSAറ്റിൻ്റെ കേസിൽ ഓൾറെഡി ടെലികോം, ബ്രോഡ്കാസ്റ്റിംഗ്, IT ഡിസ്പ്യൂട്ട്സ് ഉണ്ട്. പിന്നെ ആഡിങ് ഡേറ്റ പ്രൊട്ടക്ഷൻ അപ്പീൽസ് കുഡ് ഓവർകം ഇറ്റ്സ് കേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. പിന്നെ പാസ്റ്റ് പ്രസിഡൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ട്രൈബ്യൂണൽസ് ഓഫൺ സ്ട്രഗിൾ വിത്ത് വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് കോസിങ് ഡിലേയ്സ്. പിന്നെ നീഡ് ഫോർ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ്. DPDP rules mandate digital submission of appeals to TDSAT. However, TDSAT's current website lacks efficiency and case tracking systems are inadequate. There is a need to invest in modern legal case management system for faster disposal of appeals. അപ്പോൾ എന്തൊക്കെ റിഫോംസ് ആണ് TDSATൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത്? ഡേറ്റ പ്രൊട്ടക്ഷൻ എക്സ്പേർട്സിനെ ഹയർ ചെയ്യുക. ഇൻക്ലൂഷൻ ഓഫ് ടെക്നിക്കൽ മെമ്പേഴ്സ് വിത്ത് എക്സ്പെർട്ടീസ് ഇൻ ഡേറ്റ പ്രൈവസി ആൻഡ് സൈബർ സെക്യൂരിറ്റി ടു ഹാൻഡിൽ സ്പെഷ്യലൈസ്ഡ് കേസസ്. എൻഷുറിംഗ് ട്രൈബ്യൂണൽ മെമ്പേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ ഡിജിറ്റൽ ഗവർണൻസ്. പിന്നെ കപ്പാസിറ്റി എൻഹാൻസ്മെൻറ്റ് ആൻഡ് മോർ ബെഞ്ചസ് ആണ്. ഇൻക്രീസ് ബഡ്ജറ്റ് അലൊക്കേഷൻ ടു സപ്പോർട്ട് അഡീഷണൽ ബെഞ്ചസ്, റിക്രൂട്ട്മെൻറ്റ് ഓഫ് മോർ ജഡ്ജസ് ആൻഡ് ലീഗൽ പ്രൊഫഷണൽസ് ടു മാനേജ് ദ കേസ് ബർഡൻ. പിന്നെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രാൻസ്പെറൻസി. അപ്ഗ്രേഡിംഗ് TDSAT's ഓൺലൈൻ സിസ്റ്റംസ് ടു അലൗ സീംലെസ് ഫയലിംഗ് ആൻഡ് ട്രാക്കിംഗ് ഓഫ് അപ്പീൽസ്. Implementation of robust legal management system for faster case resolution. Publishing annual reports on pending and resolved cases to enhance accountability. Conclusion നമ്മൾ കൊടുക്കുകയാണെങ്കിൽ TDSAT's role in handling data protection appeals is a significant step towards specialized digital governance in India. However, to ensure timely and effective dispute resolution, urgent institutional reforms are required by appointing domain experts, enhancing capacity, and upgrading technology. The tribunal can effectively safeguard citizens' digital rights while maintaining a balance between privacy, innovation, and regulatory oversight. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇനിയുള്ളത് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് PYQ തന്നെയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഈസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? അതിൻ്റെ ആൻസർ നമുക്കറിയാം, അത് ആർട്ടിക്കിൾ 21 ആണ്. പിന്നെ ഉള്ളത് റൈറ്റ് ടു പ്രൈവസി ഈസ് പ്രൊട്ടക്റ്റഡ്
as an intrinsic part of right to life and personal liberty, which of the following in the Constitution of India correctly, okay, and appropriately imply the above statement? ഇത് 2018 ചോദ്യമാണ്. Article 14 and the provisions under 42nd Amendment of the Constitution. Article 17, the directive principles of state policy in Part 4. Article 21, the freedoms guaranteed in Part 3. In Article 24, the provisions under 44th Amendment of the Constitution. Answer C ആണ്. Article 21, the freedoms guaranteed in Part 2. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് 2016 ചോദ്യമാണ്. ദ മംഗൾയാൻ ലോഞ്ച്ഡ് ബൈ ഇസ്രോ ഈസ് ഓൾസോ കോൾഡ് ദ മാസ് ഓർബിറ്റർ മിഷൻ, made India the second country to have a spacecraft orbit the Mars after USA. പിന്നെ made India the only country to be successful in making its spacecraft orbit the Mars in its very first attempt. ഓക്കെ, ആൻസർ സി ആണ്, 1 and 2. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് ആൻസർ നമുക്ക് 1 and 3 ആണ്. ഡീറ്റെയിൽഡ് ആൻസർ നമ്മൾ നോക്കുവാണെങ്കിൽ മംഗൾയാൻ ദ ഓർബിറ്റർ മാസ് ഓർബിറ്റർ മിഷൻ ഓൾസോ കോൾഡ് മംഗൾയാൻ, അത് കറക്റ്റാണ്. ലോഞ്ച്ഡ് ബൈ ഇസ്രോ ആണ്. ഇറ്റ്സ് എയിം ഈസ് ടു ട്രേസ് ദ മീഥെയ്ൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് മാസ്. India is the only country to be successful in making its spacecraft orbit Mars in its very first attempt. Hence, third statement is correct. India is the first Asian country and ISRO is the fourth space agency to send satellite to Mars after Soviet space program, NASA and European Space Agency. Hence, second statement incorrect ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.